ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കലകളുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് പോർഷനാണ്. നൃത്തവും അതേപോലെ തന്നെ വളരെ കുഞ്ഞൊരു പോർഷൻ ആയിരിക്കും. നാടകവുമായി ബന്ധപ്പെട്ട രണ്ട് പോർഷൻസ് ആയിരിക്കും ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു സീരീസ് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പോയിന്റുകളും അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പല പോയിന്റുകളും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പം തന്നെ ഇന്ന് നമ്മൾ നൃത്തത്തെക്കുറിച്ചിട്ടാണ് പഠിച്ചു തുടങ്ങുന്നത്. നൃത്തവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളും നാടകവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചിട്ടായിരിക്കും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒപ്പം അൺഅക്കാഡമി പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് സൗജന്യ ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ അൺഅക്കാഡമിയിൽ ബാച്ച് കോഴ്സുകൾ 12നും ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള ബിഗിനേഴ്സ് ബാച്ച് സെപ്റ്റംബർ 8ാം തീയതി ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 10th ലെവൽ കേരള PSC എക്സാമിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 1ന് ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അൺഅക്കാഡമി ലൈറ്റ് കേരള PSC 6 മാസത്തെ മോക്ക് ടെസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ഇതുവഴി നിങ്ങൾക്ക് 25 മോക്ക് ടെസ്റ്റുകളായിരിക്കും ലഭിക്കുന്നത്. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഷാഫി I എന്ന റെഫറൽ കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് 10% ഫീസ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പം നിങ്ങളുടെ ക്രെഡിറ്റ്സ് കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 179 എന്നുള്ളത് 164 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്ക് അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കുക. ദിവസവും നടക്കുന്ന സൗജന്യ ക്ലാസ്സിലും പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ ക്ലാസ് ആരംഭിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, നൃത്തവുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തിയായ ഒരു വ്യക്തിയാണ് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം. നമുക്ക് ചോദിക്കാം, ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സുപ്രസിദ്ധ ഭരതനാട്യം നർത്തകിയാണ്. ഒപ്പം തന്നെ ഇതിൽ നമുക്ക് പഠിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ് ഭരതനാട്യ നർത്തകി. ഒപ്പം നമുക്കൊന്ന് വായിച്ചു വിടാം. ചലച്ചിത്ര സംവിധായകൻ K. സുബ്രഹ്മണ്യത്തിന്റെയും കവിയും നർത്തകിയുമായിരുന്ന സംഗീത വിദൂഷിയുമായിരുന്ന മീനാക്ഷി സുബ്രഹ്മണ്യത്തിന്റെയും ഇളയ മകളാണ്. സംഗീതത്തിൽ ബിരുദവും എത്നോമ്യൂസിക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും നൃത്തത്തിൽ ഡോക്ടറേറ്റും ലഭിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചേ, മഹാരാഷ്ട്രയിലെ സത്താറയിൽ നടരാജ ക്ഷേത്രത്തിൽ 108 കരങ്ങളുടെ ശില്പങ്ങളുടെ രൂപകൽപ്പനയും നടത്തി. ശ്രദ്ധിച്ചോളൂ, ഭരതനൃത്തം. ഏതാണ് ഭരതനൃത്തം? ഭരതനൃത്തം എന്ന പുതിയ നൃത്തശാഖ വികസിപ്പിച്ചത് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം. നൃത്തവുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളുടെ രചന നടത്തിയിട്ടുണ്ട്. നൃത്തത്തെയും സംസ്കാരത്തെയും കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. കലാമണ്ഡലം ഫെലോഷിപ്പ്, പത്മഭൂഷൺ, പത്മശ്രീ കാളിദാസ് സമ്മാൻ, സംഗീത നാടക അക്കാദമി അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ്? ഭരതനൃത്തം, മഹാരാഷ്ട്രയിലെ സത്താറയിലെ നടരാജ ക്ഷേത്രത്തില് 108 കരങ്ങളുടെ ശില്പങ്ങളുടെ രൂപകൽപ്പന നടത്തിയിട്ടുണ്ട്. ദെൻ ഭരതനാട്യ നർത്തകിയാണ്. ഇത്രയും പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ഇന്ത്യക്കാരിയായ രുക്മിണി ദേവി കുറിച്ചിട്ടാണ്. നൃത്ത വിദഗ്ധയും ഒപ്പം തന്നെ സംഗീത വിദൂഷികയുമാണ്. ഗുരു പന്തല്ലൂർ മീനാക്ഷി സുന്ദരം പിള്ളയാണ് നൃത്യം അഭ്യസിപ്പിച്ചത്. പണ്ട് ഭരതനാട്യം എന്ന് പറയുന്ന ഒരു നൃത്തശാഖ വളരെ മോശമായ രീതിയിലാണ് ആളുകൾ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഭരതനാട്യത്തെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിക്കാനായിട്ട് പ്രധാന പങ്ക് വഹിച്ച 2 പേരിൽ ഒരാള് രുക്മിണി ദേവിയാണ്. ഒപ്പം തന്നെ ഈ കൃഷ്ണയ്യരും രുക്മിണി ദേവിയും കൂടിയാണ് നമ്മൾ കാണുന്ന ഭരതനാട്യത്തെ ഇന്നത്തെ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. സംഗീതത്തിലും നൃത്തത്തിനുമായി അടയാറില് ഗുരുകുല ശിക്ഷണ രീതിയിൽ കലാക്ഷേത്രം സ്ഥാപിച്ചു. ശ്രദ്ധിച്ചേ, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ നർത്തകിയാണ്. ശ്രദ്ധിക്കുക, ആരാണ്? പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കണം, രുക്മിണി ദേവി. 1952-56 രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അപ്പം ഇത്രയും പോയിന്റുകൾ, ഭരതനാട്യം ഇന്ന് കാണുന്ന രീതിയിലാക്കാൻ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി, നൃത്തത്തിനുമായി അടയാറില് ഗുരുകുല ശിക്ഷണ രീതിയിലെ കലാക്ഷേത്രം സ്ഥാപിച്ചു, ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ നർത്തകി. ഓക്കെ, അടുത്തത് നാടകവുമായി ബന്ധപ്പെട്ട വളരെ ഒരു കുഞ്ഞു ടോപ്പിക് കൂടെ ഉള്ളൂ. G. ശങ്കരപിള്ള തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴാണ് ജനിച്ചിട്ടുള്ളത്.
പ്രധാനമായിട്ടും കുട്ടികളുടെ നാടകവേദിക്ക് വേണ്ടി പ്രയത്നിച്ച മലയാളത്തിലെ മഹാപ്രതിഭയാണ് അദ്ദേഹം. ഗുരുദക്ഷിണ, പൊന്നുംകുടം, മദ്ദളങ്ങൾ, നിഴൽ, വേനൽ പിരിഞ്ഞ വസന്തം, ഉമ്മാക്കി ഒരു കൂട്ടം ഉറുമ്പുകൾ തുടങ്ങിയ നിരവധി രചനകൾ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും മറുനാടനുകളിലും നിലവിലുള്ള എല്ലാ ശൈലികളെക്കുറിച്ചും അദ്ദേഹം ഗൗരവമായി പഠിക്കുകയും മലയാളികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം നാടകരചന, സംവിധാനം, അഭിനയം, രംഗാവതരണം, ആസ്വാദനം, നാടക വിദ്യാഭ്യാസം, ഗവേഷണം, സംഘാടനം, അധ്യാപനം, നാടക ചരിത്ര രചന തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിലും നിറഞ്ഞു നിന്ന നാടക പ്രതിഭയാണ് അദ്ദേഹം. 1977 കോഴിക്കോട്ട് സർവകലാശാലയിൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിച്ച വ്യക്തിയാണ് ജി ശങ്കരപിള്ള. ആദ്യത്തെ മേധാവിയും അദ്ദേഹമായിരുന്നു. 1989 അദ്ദേഹം അന്തരിച്ചു. കുട്ടികളുടെ നാടകവേദിക്ക് വേണ്ടി പ്രയത്നിച്ച മലയാളത്തിലെ മഹാപ്രതിഭയാണ്. അദ്ദേഹത്തിന്റെ രചനകൾ നോക്കിവെക്കണം. ഒപ്പം അദ്ദേഹം 1977 കോഴിക്കോട് സർവകലാശാലയിൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിച്ചു. അതിൻ്റെ ആദ്യത്തെ മേധാവിയും അദ്ദേഹമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് നൃത്തവും ഒപ്പം തന്നെ നാടകവുമാണ്. ക്ലാസ് 6 നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നാളെ 7ാം ക്ലാസ്സിൻ്റെ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ 5ാം ക്ലാസ് മുതലുള്ള പുതിയൊരു സീരീസ് നമ്മൾ ചെയ്തു വരുന്നതാണ്. ഇത് തുടക്കം മുതൽ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.